നിശ്ചല തത്വേ ജീവൻ മുക്തി. നിന്റെ പ്രശ്നങ്ങളിൽ നിന്ന് മുക്തി കിട്ടണമെങ്കിൽ നീ ആ നിശ്ചലതയെ അറിയണം. നീ അതറിഞ്ഞാൽ അതാണ് നീ. അതിന് ഈ ബാഹ്യമായിട്ടുള്ള ഒരു വ്യാപാരവും നമ്മെ സഹായിക്കില്ല. അത് മനസ്സിനെ ഉള്ളിലേക്ക് എടുത്ത് അത് 5 ഇന്ദ്രിയങ്ങളെയും അടച്ച് 6ാം ഇന്ദ്രിയം തുറക്കുന്നവനും മാത്രം അനുഭവപ്പെടുന്ന ഒരവസ്ഥയാണത്. ഇല്ലെങ്കിൽ പുസ്തകങ്ങൾ വായിക്കും, കേൾക്കും, വാദിക്കും, ചിന്തിക്കും, ഉറപ്പിക്കും, ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കും, അനുഭവം ഉണ്ടാവില്ല. അനുഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ സർവവും നിശബ്ദം. ആ മൗനത്തിലേക്ക്, അഗാധമായ സാന്ദ്രമായ മൗനത്തിലേക്ക് നമ്മൾ അമരും. അതാണ് മുനിത്വം. നമഃ ശിവായ. മുനി എന്ന് പറഞ്ഞാൽ മൗനത്തെ അവലംബിക്കുന്നവനാരോ അവനാണ് മുനി. ആ മുനിയിലൂടെ നീ മുനിയാകുമ്പോൾ മൗനത്തെ നീ കേൾക്കും. അപ്പൊ നിശബ്ദതയുടെ ശബ്ദം കേൾക്കുമ്പോൾ ആ ശബ്ദം പ്രകാശിക്കാൻ തുടങ്ങും. ഭയങ്കര രസമാണ് എഴുതിയിരിക്കുന്നത്. കപാലകുഹരേ മധ്യേ ചതുർദ്വാരസ്യ മധ്യമേ നാദാത്മാരാജിതേ തത്ര യഥാവ്യോമ്നീ ദിവാകര. എത്ര 1000 വർഷങ്ങൾക്ക് മുമ്പാണ് എഴുതിയ ഹംസയോഗ ചന്ദ്രിക പുസ്തകമാണ്. അതില് കപാല കുഹരേ മധ്യേ, കപാലത്തെ തലയോട്ടി, ആ തലയോട്ടി ഗുഹയുടെ മധ്യത്തിൽ ചതുർദ്വാരസ്യ മധ്യമേ, 4 ദ്വാരങ്ങളെ 1, 2, 3, 4 ഇങ്ങനെ ചേർത്ത് വെച്ചാൽ തലച്ചോറിന്റെ മധ്യത്ത് അത് കൊള്ളും. ചതുർദ്വാരസ്യ മധ്യമേ പിറ്റ്യൂട്ടറി പീനിയൽ ഗ്ലാൻഡ് ഏരിയ. നാദാത്മാരാജിത, അവിടെ മനസ്സെത്തി കഴിഞ്ഞാൽ സ്വയം പ്രകാശിക്കുകയും ശബ്ദിക്കുകയും, നാദവും രജസും ഒരുമിച്ച് ശബ്ദവും പ്രകാശവും വരുന്നു. ഈ ശബ്ദവും പ്രകാശവും വരുന്ന ഒരേ ഒരു അവസ്ഥ നമുക്ക് പറയാം. ഏതാണ് ഒരുമിച്ച് വരുന്നത്? ഈ ഇപ്പൊ നമുക്ക് എക്സ്പ്ലോഷൻ. ഇപ്പൊ ഇവിടെ ലൈറ്റ് ഉണ്ട്, ക്യാമറയുണ്ട്, കമ്പ്യൂട്ടർ ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. ഇതെല്ലാം പ്രവർത്തിക്കുന്നത് 2 വയറിലൂടെ വരുന്ന കറണ്ടാണ്. അത് പിന്നെ ബൾബിലാവുമ്പോൾ പ്രകാശം, ക്യാമറയിലാവുമ്പോഴത്തേക്കും ക്യാപ്ചറിങ്, പിന്നെ അടുത്തത് ടേപ്പ് റെക്കോർഡിലാണെങ്കിൽ വരുമ്പോൾ അത് ശബ്ദം, മോണിറ്ററിൽ വരുമ്പോൾ അത് വേറെ വിഷൻ. പക്ഷേ ഇത് രണ്ടിനെയും കണക്ഷൻ എടുത്തിട്ട് പരസ്പരം തൊട്ട് നോക്കിയേ എന്ത് കിട്ടും? ശബ്ദവും പ്രകാശവും ഒരുമിച്ച് വരികയും ചെയ്യും, ഇതിന്റെ ഫ്യൂസ് അടിച്ചു പോവുകയും ചെയ്യും. പിന്നെ ഒരൊറ്റ ഓർഗണും പ്രവർത്തിക്കില്ല, കാരണം ഒരു മെഷീനും പ്രവർത്തിക്കില്ല. ഇതുപോലെയാണ് മൂലാധാരത്തിൽ നിന്ന് 2 നാളികളിലായിട്ട് ഇവിടെ വന്ന് നേത്രസിരകളിൽ വന്നിട്ട് ഇത് 5ആയിട്ട് പിരിയും. ഒരു ഭാഗം കണ്ണ്, ഒരു ഭാഗം മൂക്ക്, ഒരു ഭാഗം ചെവി, ഒരു ഭാഗം നാവ്, ഒരു ഭാഗം ശരീരമാസകലം. ഇതിനെയാണ് പഞ്ചനാഗങ്ങൾ എന്ന് പറയും. നാഗപഞ്ചമി എന്ന് കേട്ടിട്ടുണ്ട്. അതും ഏതോ സ്വർണം മേടിക്കുന്ന പോലെ ഒരു ദിവസമാണെന്ന് ആൾക്കാർ നടക്കുന്നത്. ശരിക്കും പഞ്ചനാഗങ്ങളുടെയും അതുപോലെ നാഗപഞ്ചമി ദിവസം തിരക്കി നടക്കുന്ന ആൾക്കാർ. അത് ഏതെങ്കിലും കഥകളിൽ എവിടെയെങ്കിലും വിറ്റ് ഒരു നാഗപഞ്ചമി നാളിൽ ഇന്നത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കിട്ടും, കാശടിക്കാനുള്ള പരിപാടിയാണ്. യഥാർത്ഥത്തിൽ നാഗപഞ്ചമി എന്ന് പറഞ്ഞാൽ പഞ്ചനാഗങ്ങളെയും ചമ്യക്കായി നമ്മുടെ ഭ്രൂമധ്യത്തിൽ കൊണ്ടുവരുമ്പോൾ ഈ 2 ഇളാപിംഗള നാഡികൾ 5ആയിട്ട് പിരിയുന്നത് ഇവിടെ വന്ന് ചേരും. ചേരുമ്പോൾ സൂര്യചന്ദ്രമസൂരൈക്യം ഹഠൈത്യപിതീയതി. അവിടെ ഹ സൂര്യനും ഠ ചന്ദ്രനും, ഇത് രണ്ടും കൂടി ഭ്രൂമധ്യത്തിൽ തട്ടും. തട്ടുമ്പോൾ എന്ത് പറ്റും? അവിടെ ഒരു സ്പാർക്ക് ഉണ്ടാവും. ശബ്ദവും പ്രകാശവും ഒരുമിച്ച് വരുന്നതോടൊപ്പം 5 ഇന്ദ്രിയങ്ങളും ഫ്യൂസ് ആവും. ചിത്തവൃത്തി നിരോധ യോഗ. എന്താ കണക്ഷൻ നോക്കിയാണ്. അപ്പൊ ഇത് നമ്മുടെ ചെവിയിൽ നാദങ്ങളൊക്കെ കേൾക്കുന്ന പറയുന്നതും അത് ചെവിയല്ല കേൾക്കുന്നത്, അത് അടുത്ത ഭൂമികയിലേക്ക് മനസ്സ് പോകുന്നതാണ്. ഈ ചില പ്രവാഹമൊക്കെ പറയുന്ന ഒരു ഇതൊക്കെ നമുക്ക് ഭംഗ്യന്തരേണ അല്ലെങ്കിൽ അത് സാഹിത്യ ഭാഷയിൽ പറയാം. അപ്പോ പ്രാണം സുഷുപ്നാം സംപ്രാപ്തേ നാദം അന്തശ്രൂയതേ അഷ്ടത എന്ന്. അതായത് ഈ പിന്നെ സ്പാർക്ക് നടന്നാൽ പ്രാണൻ സുഷുമ്നയിൽ കയറും, 5 ഇന്ദ്രിയങ്ങളും വിട്ടിട്ട് അത് സുഷുമ്നയിൽ പ്രവേശിക്കും. അങ്ങനെ പ്രവേശിക്കുമ്പോൾ 8 വിധത്തിൽ നാദങ്ങൾ ഉണ്ടാവും. ഖണ്ഡാദന്തുബിയും തുടങ്ങും. അതായത് ചെണ്ട തുടങ്ങുന്നതോ അല്ലെങ്കിൽ ഇടിവെട്ടുന്നത് പോലെയോ കടലിരുമ്പുന്ന പോലെ, അങ്ങനെ 8 തരം നാദങ്ങൾ. 8 ഒരുമിച്ച് വരുമെന്നല്ല, ഏതെങ്കിലും ഒന്ന് നമുക്ക് അനുഭവപ്പെടും. എന്നാ വെച്ചാൽ ഇതല്ല, അതിന് സമാനമായ ഒരു ഭൂമികയിൽ നമ്മൾ എത്തും.
പക്ഷേ ഇത് അഭ്യാസബലത്തിൽ തന്നെ സംഭവിക്കണം. അല്ലാതെ അപകടത്തിൽ സംഭവിച്ചാൽ സംഭവം കിളി പോകും. ഇങ്ങനെ പലർക്കും പറ്റിയിട്ടുണ്ട്. ഈ ചില ഇപ്പോൾ എൻ്റെ അടുത്ത് ചികിത്സയ്ക്ക് വരുന്ന പലരും പറയുന്നുണ്ട്, ഗുരുജി ഈ ആരോ ഇങ്ങനെ ചെവിയിൽ എന്തോ പറയുന്നു. ഉന്മാദമാണ്, സ്കിസോഫ്രീനിയാണ്. കാരണം ഇത് ഇവരുടെ ഈ നാഡി മാറിപ്പോയി, എവിടെയോ എങ്ങനെയോ അബദ്ധവശാൽ. ഓസ്ട്രേലിയയിൽ ഞാൻ കേട്ടിട്ടുണ്ട്, ഒരു ആക്സിഡന്റ് കഴിഞ്ഞതിന് ശേഷം പുള്ളിക്ക് കുറെ റേഡിയോ സ്റ്റേഷൻസ് അകത്ത് കേൾക്കാൻ പറ്റും. ഇത് ഇവർ കണക്ട് ആവുന്നു. കാരണം ഈ പല നാഡീ കേന്ദ്രങ്ങൾ ന്യൂറോപ്ലാസ്റ്റിസിറ്റി, ടെക്നിക്കലി എന്ന് ന്യൂറോപ്ലാസ്റ്റിസിറ്റിയാണ്. അപ്പൊ ഇത് ശരീരത്തിൽ കോടാനുകോടി നാഗങ്ങളുണ്ട്. നാഗങ്ങൾ വെച്ചാൽ എനർജി ക്യാൻ മൂവ് ഇൻ വേവ് പാറ്റേൺ. അപ്പൊ ഈ വേവ് പാറ്റേണിൽ ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത ശക്തി പദങ്ങളുണ്ട്. ഇതെല്ലാം പ്രകൃതിയിലെ തന്നെ ഊർജ തരംഗങ്ങളുമായിട്ട് ഇന്റർ കണക്റ്റഡ് ആണ്. അതുകൊണ്ടാണ് ഈ ക്ഷേത്രകലകളിൽ ഈ നാഗങ്ങൾ വരച്ചിരിക്കുന്നത് ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത വരകളാണ്. ഇത് യഥാർത്ഥത്തില് നമ്മുടെ ഗുരുക്കന്മാര് പറഞ്ഞിരിക്കുന്ന ഈ നാഗചലനങ്ങളാണ്. ഈ ഇതില് പിന്നെ എനർജി എവിടെയൊക്കെയാണോ ഫോക്കസ്ഡ് ആകുന്നത്, ഇന്റർലിങ്ക് ആകുന്നു, അവിടെ ഒരു വേൾപൂൾ ഉണ്ടാകും, ഒരു മർമർ ഉണ്ടാകും. ഈ മർമറിനെയാണ് മർമ്മം എന്ന് വിളിക്കുന്നത്. അപ്പൊ അതായത് വെള്ളം ഇങ്ങനെ ഒഴുകി പോകണമെന്ന് വെച്ചാൽ അതിൽ നമ്മൾ കൈ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ചുഴി ഉണ്ടാവും. അപ്പൊ വെള്ളത്തിന്റെ ഒഴുക്കിനെ ഒരു ചെറിയ തടസ്സം കൊടുത്ത് അവിടെ ഒരു വേൾപൂൾ ഉണ്ടാക്കണം. ഇതുപോലെ ഈ ശരീരത്തിൽ ഇങ്ങനെ എനർജി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഈ ചില സ്ഥലങ്ങളിൽ ചെറിയ ബ്ലോക്കുകൾ വെച്ചിട്ടുണ്ട്. അതാണ് മർമ്മങ്ങൾ. ഈ മർമ്മങ്ങളെ പ്രാണൻ കൊണ്ട് അടയ്ക്കുകയും തുറക്കുകയും ചെയ്യാം. അത് ഈ ചില കളരികളിൽ അതൊക്കെ ഉണ്ട്, മർമ്മത്തെ അടയ്ക്കുന്ന ചില പരിപാടികളൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ മർമ്മത്തിൽ താടനം കൊടുത്തു കഴിഞ്ഞാലും പല രീതിയിലുള്ള, അങ്ങനെയാണ് ഈ അക്കി പ്രഷറും അക്കി പങ്ക്ചറും ഉണ്ടാക്കിയത്. ഈ മർമ്മശാസ്ത്രത്തിനെ വേറൊരു രീതിയിൽ കൊണ്ടുപോയതാണ്. അപ്പൊ ഇവിടെ ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ നടക്കുന്ന ഊർജ വ്യതിയാനങ്ങളാണ്. അത് ബോധപൂർവം നാം അതിനെ നിയന്ത്രിച്ചാൽ, ഇപ്പോൾ ഏതെങ്കിലും ഒരു നാദം ഞാൻ കേട്ട് കഴിയുമ്പോൾ എനിക്കത് ഏത് ഡയമെൻഷനാണെന്ന് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ അത് എൻ്റെ ശരീരത്തിനപ്പുറത്ത് പുറത്തു നിൽക്കുന്ന ഒരു ഡയമെൻഷനുമായിട്ട് ഞാൻ പെട്ടെന്ന് കണക്റ്റ് ആവും. അതാണ് യോഗം. അത് നിയന്ത്രണ വിധേയമായിരിക്കുമ്പോൾ യോഗസിദ്ധി എന്ന് പറയും, മനോന്മനി. എന്നാൽ ചിലർക്ക് ഈ അപകടം കൊണ്ടോ ശരീരത്തിലെ ചില രാസവ്യതിയാനങ്ങൾ കൊണ്ടോ ഇവർക്ക് ഇതുമായിട്ട് കണക്റ്റ് ആവും. അത് ഉന്മാദം എന്നാണ്. അത് നിയന്ത്രണമില്ല, അവർക്കത് വളരെ ബുദ്ധിമുട്ടാണ് ഹാൻഡിൽ ചെയ്യാൻ. അതാണ് രോഗം. എന്നാൽ മറ്റത് യോഗം. അതാണ് സത്യം. അതാണ് സത്യം. അപ്പോൾ അങ്ങനെ ഒന്ന് പൊതിഞ്ഞു ചോദിച്ചതാണ്. കാരണം വെച്ചാൽ ഡയറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ പറയും അത് അങ്ങനെയല്ല, മറ്റേതാണ്. പിന്നെ എങ്ങനെയാണ്? ഉടനെ അങ്ങനെ അല്ലെങ്കിൽ അങ്ങനെയാണെന്ന് പറയും. അപ്പൊ പിന്നെ കുറച്ച് കടിച്ചാൽ പൊട്ടാത്ത കുറച്ച് വാക്കുകൾ. അപ്പൊ ഇവിടെ ഒന്നും പറയില്ല, എവിടെ ഒരുത്തം പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താണ്, അത് പോയി അന്വേഷിക്കാൻ പറ്റും. അത് ചില രാഷ്ട്രീയക്കാരോട് ചോദിക്കാറുണ്ട്, ഈ ശരീരത്തിന് അസുഖം വരുന്നത് നമുക്ക് പറയാം പല കണ്ടീഷൻസ് കൊണ്ട്. പക്ഷെ മനസ്സ് നിങ്ങൾ പറയുന്നത് മനസ്സില്ലെന്ന് തന്നെയാണ് ആധുനിക ശാസ്ത്രത്തിലെ പല സൈക്കോളജിസ്റ്റുകൾ എന്ന് പറയുന്ന ആൾക്കാരും പറയുന്നത്. മനസ്സെന്ന സാധനം ഇല്ല എന്ന് പറയുന്ന ആൾക്കാർ എങ്ങനെയാണ് മനോരോഗത്തിന് ചികിത്സ കൊടുക്കുന്നത് ഞാൻ പലപ്പോഴും ചോദിക്കാറുണ്ട്. കാരണം അത് ശരീരത്തിലെ കെമിക്കൽ വേരിയേഷൻസ് ഉണ്ടാകുന്ന ഒരു പ്രക്രിയയാണ്. അതെ, ആണ്. ശരീരത്തിലെ കെമിക്കൽ വേരിയേഷൻസ് ഉണ്ടാകുന്ന പ്രക്രിയയാണ്. അതല്ലേ മനോമയം എന്നും സർവ്വം കൂടെ പറഞ്ഞു. ഇവിടെ പറയുന്നത് തെറ്റും, അറിയാൻ വയ്യാത്തൊരു സോഴ്സ് പറയുന്നത് ശരിയെന്ന് പറയുന്നത് എന്തിനാണ്? ഞാനെന്തോ പുതിയത് പറഞ്ഞു. ഈ ചില സിനിമയിലേക്ക് കേട്ടിട്ടില്ലേ, പ്രത്യേകിച്ച് ശ്രീനിവാസനൊക്കെ പറയില്ലേ, എന്ന് പറഞ്ഞാൽ ക്യൂബയെ കുറിച്ച് എന്താണ്, പോളണ്ടിനെ കുറിച്ച് മിണ്ടരുത്. ഈ പോളണ്ടിൽ എന്താണ് നടന്നത് മുമ്പ് ഇരിക്കുന്നവർ അറിഞ്ഞോളൂ. ഇതുപോലെ നമ്മള് ഇന്നത്തെ കാര്യം ഇവിടെ തന്നെ ഞാൻ ചിലപ്പോഴും കേട്ടിട്ടുണ്ട്. ഈ പലരും എന്താണ് UP-യിൽ എന്ത് നടന്നു, ഈ രാഷ്ട്രീയക്കാർ എന്ന് പറഞ്ഞാല്. അപ്പൊ UP-യിൽ എന്ത് നടന്നു ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് അറിയാം? UP പിന്നെ ഇവിടെ ബൊളീവിയാണ്. ബംഗാളിൽ എന്ത് നടന്നു? ഞങ്ങളുടെ നാട്ടിൽ അതുപോലെ ഒരു പാർട്ടി ഇപ്പം ഇതായിട്ട് പറഞ്ഞതാണ്. അപ്പൊ അവിടെ വലിയ രീതിയിൽ ഇങ്ങനെ അവിടുത്തെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോഴാണ് ഒരാൾ വിളിച്ച് പറഞ്ഞു, നിങ്ങൾ അതൊക്കെ വിടും, മോളിൽ പൈപ്പ് പൊട്ടി കിടക്കുന്ന കംപ്ലൈന്റ് അതിന്റെ മാസം ഒന്നായി, അതൊന്നും ശരിയാക്കി എന്റെ നാട്ടിൽ നടന്നൊരു സംഭവമാണ്. ശരിയാണ്. നമ്മൾ ഇന്നത്തെ കാര്യം, എൻ്റെ മുട്ടുവേദനയെക്കുറിച്ചോ എൻ്റെ തലവേദനയെക്കുറിച്ച് പറയുമ്പോൾ അമേരിക്കയിൽ എന്ത് നടക്കുന്നു, അല്ലെങ്കിൽ അവനെക്കുറിച്ച് എന്ത് പറഞ്ഞു എന്ന് ഞാൻ ചോദിക്കേണ്ട, അല്ലെങ്കിൽ എനിക്കത് കേട്ടിട്ട് എന്ത് കാര്യം? ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അല്ലെങ്കിൽ നമ്മുടെ അച്ചാച്ചൻ, അമ്മമ്മ അല്ലെങ്കിൽ അപ്പൂപ്പൻ അവർ എന്ത് പറഞ്ഞു എന്ന് കേൾക്കുന്നതിൽ എന്ത് തെറ്റിരിക്കുന്നു? അവർ പറഞ്ഞതെല്ലാം തെറ്റ്, അശാസ്ത്രീയം. ഏതോ പേരില്ലാത്തവൻ പറഞ്ഞത് ശാസ്ത്രീയം എന്ന് പറഞ്ഞു വരുന്ന ആ ഒരു രീതി അവിടെയും
ഇതിൻ്റെ വക്താക്കളെന്ന് നടിക്കുകയും അല്ലെങ്കിൽ യന്ത്രസഹായത്താൽ ഒരു വലിയ സഹനശേഷിയെ അടിമപ്പെടുത്തിയിരുന്നൊരു വിഭാഗം ഉണ്ടായിരുന്നു. ശരിയാണ്. ഭാരത പൈതൃകം നോക്കിയാൽ ഇത് യുക്തിക്ക് വെച്ച് ചിന്തിക്കുക. പഴയ ഭാരതം അല്ലെങ്കിൽ ചേര, ചോള, മൗര്യ സാമ്രാജ്യത്തിൻ്റെയൊക്കെ സമയത്ത് ഇതിൻ്റെയൊക്കെ ബൗണ്ടറി എവിടെയായിരുന്നു? ഒന്ന് ചിന്തിച്ചു. ഇന്നത്തെ ഇന്ത്യ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, ബർമ്മ, ശ്രീലങ്ക, ഇറാൻ, പിന്നെ ഇന്തോനേഷ്യ, കംബോഡിയ, റോമക സാമ്രാജ്യമായിരുന്നല്ലോ, പറയില്ലല്ലോ. അപ്പൊ ഇത് ഇങ്ങനെ പരന്നു കിടന്ന ഒരു സംസ്കാരത്തെ അവർക്ക് തർക്കിക്കാനില്ലായിരുന്നു. പക്ഷെ ഉദാഹരണത്തിന് ഞാൻ ഇപ്പോൾ പലപ്പോഴും ചില മതങ്ങളുടെ കാര്യമൊക്കെ പറയുമ്പോൾ ഹിന്ദു മതം ഇത് വളരെ എന്താണ് വർഗീയമാണ്, അത് പിന്നെ മാറ്റി ചിന്തിക്കേണ്ടതാണ്, ആനയാണ് ചേനയാണെന്നൊക്കെ പറയുമ്പോൾ എൻ്റെ ചില കൂട്ടുകാർ വളരെ മറ്റ് മതങ്ങളിലുള്ളവർ ഇതിനെ ഇങ്ങനെ ശക്തമായി വിമർശിക്കുമ്പോൾ ഞാൻ എടുത്ത് ചോദിക്കുന്നൊരു ചോദ്യം, നിങ്ങൾക്ക് കണ്ണെത്താ ദൂരത്തൊരു പറമ്പ് കിടക്കുന്നു എന്ന് സങ്കല്പിക്കുക. അവിടെ ഒരാൾ വന്നിട്ട് നിങ്ങൾ ഒറ്റപ്പെട്ട് ഏകാന്തമായിട്ടിരിക്കുകയാണ്, അല്ലെന്നുണ്ടെങ്കിൽ ഈ പറമ്പ് നിങ്ങൾ മരിക്കുമ്പോൾ ഈ പറമ്പ് അന്യാധീനമാകും എന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ഒരാൾ വന്നിട്ട് പറയാണ്, എൻ്റെ ഭാര്യയുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, കിടക്കാനൊരു സ്ഥലമില്ല. സന്തോഷത്തോടെ നിങ്ങൾ പറഞ്ഞു, നിങ്ങൾ അവിടെ കുറച്ച് വീട് വെച്ച് നിങ്ങൾ താമസിക്കും. വേറൊരാൾ അടുത്ത കോണിൽ വന്നു. ഇങ്ങനെ കുറച്ച് വീടുകളൊക്കെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഈ വീടുകൾക്കെല്ലാം ചെറിയൊരു ബൗണ്ടറി ഉണ്ട്. അതുവരെ അതിരുകളില്ലാതെ ജീവിച്ചിരുന്ന ഒരാൾ നോക്കിയപ്പോൾ അവന് ചുറ്റും ഒരു അതിര് വന്നു. അതല്ലേ സത്യത്തിൽ ഹിന്ദുവിന് സംഭവിച്ചത്? ഇല്ലേ? ഇവിടെ പിന്നെ ആദ്യം ഇസ്രായേലിലെ ജൂതന്മാർ അഭയാർത്ഥികളായിട്ട് വന്നു, പിന്നെ സൊറാസ്ട്രിയൻസ് വന്നു, ഇല്ലേ? നമ്മുടെ ഈ പിന്നെ സ്മൃതി ഇറാനി, പിന്നെ ബഹായികൾ വന്നു, മുസ്ലിങ്ങൾ വന്നു, ക്രിസ്ത്യൻസ് വന്നു. എല്ലാത്തരം വിഭാഗങ്ങളും ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും വന്നപ്പോൾ അതിഥി ദേവോ ഭവ എന്ന് പറഞ്ഞ് എല്ലാവരെയും സ്വീകരിച്ചൊരു സംസ്കാരമാണ് ഉണ്ടായിരുന്നത്. എന്നിട്ട് എന്ത് പറ്റി? ഇതിൽ ഓരോരുത്തർ ബോർഡർ ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പോൾ ആ പറമ്പിന്റെ ഉടമസ്ഥനായ ഒരു ദിവസം അവൻ രാവിലെ എണീറ്റ് നോക്കിയപ്പോൾ അവന് ചുറ്റും വേലി, പലരായി വേലി വെച്ചിരിക്കുന്നു. അപ്പോൾ ഇവൻ ചോദിച്ചു, എന്തിനാ ഈ വേലി? അല്ല, അതെൻ്റെ ഒരു പ്രൈവസിക്ക് വേണ്ടിയാണ്, എല്ലാവരും പ്രൈവസിക്ക് വേണ്ടി. അവസാനം നോക്കിയപ്പോൾ അവന് മനസ്സിലായി അവന്റെ അതിരില്ലാത്ത പറമ്പ് അതിരിൽ വന്നു പെട്ടു. അപ്പൊ അവൻ മനസ്സ് പറഞ്ഞു, ഇനി ഈ അതിര് ഇങ്ങോട്ട് ആരും കടക്കണ്ട. അപ്പൊ പറയണം, അത് ശരിയല്ല. അതെങ്ങനെ ശരിയാവുക? ഹിന്ദു ബോധത്തെ ഇന്നത്തെ അവസ്ഥയിലേക്ക് പരിമിതമായി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചത് അല്ലെങ്കിൽ നിർബന്ധിച്ചത് ഇൻവേഷൻ മുതലാണ്. അതായത് ഡച്ച്, പിന്നെ പോർച്ചുഗീസ്, പിന്നെ ഇതുണ്ടല്ലോ, വേറെ ആളുണ്ടല്ലോ, അല്ലല്ല, ഡച്ച്, പോർച്ചുഗീസ്, ഫ്രഞ്ച്, ഫൈനലി ബ്രിട്ടീഷ്. ഈ 4 പേരുടെയും വരവോടുകൂടിയാണ് അലക്സാണ്ടർ ആക്രമിക്കാൻ വന്ന് അടിയും കൊടുത്ത് പറഞ്ഞു. അത് അങ്ങനെയാണ്, അന്ന് അങ്ങനെയായിരുന്നു. നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ആക്രമിക്കുക, അല്ലെങ്കിൽ പറയേ എവിടെ വരണം. ഇപ്പൊ ചേകവന്മാർ പോലും ഇല്ലായിരുന്നു. വെറുതെ തെരുവിൽ തല്ലൂല്ല അവരെ. പ്രശ്നം ഉണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ തമ്മിൽ വിഷയമുണ്ടെങ്കിൽ ശരി വാ, ഇത്രാം തീയതി ഇന്ന സ്ഥലത്ത് വെച്ച് നമുക്ക് മുട്ടാം. അത് അംഗീകരിച്ച രീതിയാണ്. അവസാനം തല്ലി ജയിക്കുന്നവൻ പറയുന്നത് തോറ്റവൻ കേൾക്കണം. അതായിരുന്നു രീതി. അതെ, പിന്നെ അതല്ല, തല്ലാൻ ശേഷിയില്ലെങ്കിൽ കൂലിക്ക് തല്ലിക്കുക. അങ്ങനെയാണ് ചേകവന്മാരുടെ ഒരു വിഭാഗം. ഞാൻ ഈ അടുത്ത കാലത്ത് പറഞ്ഞു, കാരണം ഈ ട്രംപിന് ഈ പ്രശ്നം ചൊറിച്ചിൽ മാറില്ലെങ്കിൽ നേതാക്കന്മാർ പോയി അടി കൊടുക്കുക. ഈ പാവപ്പെട്ട ആളുകൾക്കൊന്നും അതാണ്. പണ്ട് രാജാക്കന്മാർ മുമ്പേ നയിച്ചുകൊണ്ടാണ് പോണത്, യുദ്ധത്തിന് പോണത്. ഈ ഒടിഞ്ഞു തൂങ്ങി എവിടെയെങ്കിലും ഇരുന്നിട്ട് പോയി അടിയിടാന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അല്ല, അതാണ് പുറകിലിരിക്കുന്നത്. അതെ. അപ്പോ അന്നും ഈ ചേകവന്മാരെന്ന് പറയുന്ന ആൾക്കാർ ആദർശശുദ്ധിയുള്ളവരായിരുന്നു. അവരെ എടുക്കുന്ന ഒരു ആശയത്തിന് വേണ്ടി മരിക്കാൻ അവർ തയ്യാറാണ്. ഒരുപാടെണ്ണം ചാകുന്ന ഒന്ന് ചെത്താ പോരെ, അതാണ് അവന്റെ രീതി. പിന്നെ അതുകൊണ്ടാണ് അവനെ ചേകവൻ എന്ന് വിളിക്കുന്നത്. ചേകവൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താ? കളരിയിൽ അത് ഇപ്പോഴും എന്താണ് നമ്മുടെ ഇദ്ദേഹം പറഞ്ഞ എന്താണ്, വടക്കൻ വീരഗാഥയിൽ ആണ്, മൂപ്പിളമ തർക്കം തീർക്കാൻ അറാവലയ്ക്ക് വെട്ടിച്ചാകാൻ വിധിച്ചവൻ ചേകവൻ. ഇതാണ് നമ്മുടെ ഭാഷാന്തരങ്ങൾ. സത്യത്തിൽ ചേകവൻ എന്ന് വെച്ചാൽ ചേർന്നവൻ എന്നാണ്. അതായത് അങ്കത്തട്ടിലേക്ക് പോയാൽ അവൻ ഭയന്നോടല്ല പോണത്. അവൻ യുദ്ധത്തിന് അവന്റെ ഒരു പിന്നെ കഴിവ് പ്രകടിപ്പിക്കാനാണ് പോണത്. അവൻ തിരിച്ചു വന്നാൽ ജയിച്ചു, ഇല്ലെങ്കിലോ തിരിച്ചു വരില്ല, അവൻ മരിച്ചു. അപ്പം മരണവും ജയവും ഒരുപോലെ കാണാൻ ശേഷിയുള്ള ചിത്തത എത്തിയവൻ, സമാധി അനുഭവിച്ചവനാണ് ചേർന്നവൻ. അവൻ യോഗി, അവനാണ് ചേകവൻ.
അതാണ് പാരമ്പര്യം. ഇതൊക്കെ അങ്ങോട്ട് സൈഡ് ലൈൻ ചെയ്തിട്ട് ഈ വ്യവഹാരത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചത് ഈ അധിനിവേശ ശക്തികളാണ്. അപ്പോൾ ഈ നമ്മൾ എത്ര സോഷ്യൽ സ്റ്റഡീസ് പഠിച്ചിട്ടുണ്ട്, ഗോവൻ ഏരിയയിൽ ഈ ക്രിസ്ത്യൻ പാദ്രികൾ നടത്തിയ അട്രോസിറ്റീസിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതൊക്കെ പക്ഷെ അതൊക്കെ ഇതിൽ എന്താണ് സംസ്കാരത്തിൻ്റെ അല്ലെങ്കിൽ സാമൂഹിക അവബോധത്തിൻ്റെ പുറകിലേക്ക് തള്ളി വച്ചിരിക്കുകയാണ്. അപ്പൊ ഈ 4 ശക്തികൾ ഇവിടെ കാര്യം പോലും നമ്മൾ പഠിക്കുന്നില്ല. അവിടെ നമ്മൾ ജസ്റ്റ് കേട്ട് ഇതാക്കുന്നത് അതേ ഉള്ളൂ. 3 ലക്ഷത്തിലേറെ വൈദിക ഗ്രന്ഥങ്ങൾ നമുക്കുണ്ടായിരുന്നു, പ്രാമാണിക ഗ്രന്ഥങ്ങൾ ഉണ്ടായിരുന്നു പറയുന്നത്. അതെല്ലാം വാരിയിട്ട് കത്തിച്ചു കളഞ്ഞു. എന്നിട്ട് ബാക്കിയാ മോട്ടിച്ചുകൊണ്ട് പോയി. എന്റെ നാട്ടിൽ പറയും, ഈ സ്കൂളിലൊക്കെ ചിലപ്പോ പിള്ളേർ തമ്മിൽ. ഈ വത്തിക്കാനിലാണ് യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ ലൈബ്രറി, ഈ പറഞ്ഞ എല്ലാ സാധനങ്ങളും ഉണ്ടെന്നാ പറയുന്നത്. അവിടെ വലിയ ഗവേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് പോപ്പിന്റെ കീഴിൽ. ഇനി അത് കേട്ടറിവില്ലേ, നമ്മളിപ്പോ നാട്ടിലെ കാര്യം പറയുമ്പോൾ ഉടനെ നമ്മൾ അല്ല, ഞാൻ പറഞ്ഞതാണ്, കാരണം അത് തെളിവുണ്ട്. ഇവിടുന്ന് പുസ്തകങ്ങൾ കൊണ്ടുപോയെന്ന് പറഞ്ഞിട്ട് അല്ല. ഇപ്പോ ലോകം ഒരു ചെറിയ ഗ്രാമമായി ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ. ചർച്ചകൾ വരട്ടെ, തുറന്ന ചർച്ചകൾ വരട്ടെ, എന്തിനാ അവർ ഭയക്കുന്നത്? അപ്പോൾ ഇവിടെ ചരിത്രം പിന്നിലേക്ക് പോയി നോക്കുമ്പോൾ ഒരു സമയത്ത് അതിരുകളില്ലാതെ കിടന്ന ഒരു സംസ്കാരം അവർ പ്രതിരോധിക്കാൻ അവർ തയ്യാറായിരുന്നില്ല. പ്രാദേശികമായി ഉണ്ടാകുന്ന തർക്കങ്ങൾ തമ്മിൽ തല്ലി തീർക്കുക, അത് ശാരീരികമോ മാനസികമോ ആകാം. നല്ല സംവാദങ്ങൾക്ക് അവസരം ഉണ്ടായിരുന്ന സ്ഥലമാണ്. ഇവിടെ ഒരിക്കലും ചോദ്യം ചെയ്യാതെ വിശ്വസിക്കാൻ പറഞ്ഞില്ല. ശങ്കരാചാര്യ മസിൽ പവർ ഉണ്ടല്ലോ, അതാണ്. അപ്പൊ ഇതുപോലെ അങ്ങനെ നിന്ന് സംഘർഷങ്ങളില്ലാത്ത ഒരു വളരെ വ്യവസ്ഥാപിതമായ ഒരു സംസ്കാരത്തെ ഈ യന്ത്രസഹായത്തോടു കൂടി പരാജയപ്പെടുത്തി പിന്നെ അതിനെ അമർത്തി. ഈ സാംസ്കാരിക അധിനിവേശം, ഇപ്പോൾ ഉദാഹരണത്തിന്, അല്ലെങ്കിൽ യന്ത്രങ്ങൾക്ക് മുമ്പ് വന്ന ഇവിടെ അധിനിവേശം നടത്തിയത് ഇത് ടർക്ക് മുതൽ, അവിടെ കെസ്നി ഘോറി മുതൽ പിന്നെ മുഗൾസ്, ഇവരും യഥാർത്ഥത്തിൽ ഈ അവരുടെ മത അന്ധത കാരണം കുറേ കാര്യങ്ങൾ നശിപ്പിച്ചെങ്കിലും ക്രമേണ അവർക്കും മനസ്സിലായി അതിൽ നിന്ന് തന്നെ ഈ ബൗദ്ധികമായ ഒരുപാട് വളർച്ചയുണ്ടായി. അവർ ഇതിന്റെ ഭാഗമായി മാറി. സൂഫി സംസ്കാരം അങ്ങനെയല്ലേ? പിന്നെ അതാണ്, അങ്ങനെ മാറിക്കഴിഞ്ഞപ്പോൾ അവർക്ക് വേറെങ്ങും പോകേണ്ടതല്ല. കാരണം ഇതിനെ കടൽ പോലെ ഇതിനെ എല്ലാത്തിനെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു അവസ്ഥയായി. പിന്നീട് അതിനെയും പൊളിറ്റിക്കലൈസ് ചെയ്ത് വന്നപ്പോഴാണ് ഇതിന് ക്ലാഷ് വരാൻ തുടങ്ങിയത്. സത്യത്തിൽ ആ സാംസ്കാരികമായിട്ടുള്ള ആ ഒരു ഔന്നിത്യത്തെ വ്യക്തമായി മനസ്സിലാക്കി അത് ആ അർത്ഥത്തിൽ നമ്മൾ ചിന്താമണ്ഡലത്തിലും ജീവിതത്തിലും കൊണ്ടുവരാൻ തുടങ്ങിയാൽ സംഘർഷത്തിന് ഒരു അവസരവും ഇല്ല. ഇന്ന് ലോകം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നവും പണ്ട് ഇന്ത്യയിൽ നടന്ന അതേ സംഘർഷമാണ് ഇന്ന് ലോകമാസകലം നടക്കുന്നത്. ഇവന്മാർക്കും ഈ ഇതുണ്ട്, മെഷീൻ പവറുണ്ട്, യന്ത്രശക്തിയുണ്ട്, എന്നാൽ ബോധമില്ല, ആത്മബോധമില്ല. അതുകൊണ്ടാണ് ഇവർ തമ്മിൽ തല്ലുന്നത്. ഈ യന്ത്രശക്തി കൊണ്ടാണ് ഇവിടെ ആത്മബോധം ഉണ്ടായി വളരെ സൗമ്യമായി സുഖമായി ജീവിച്ചിരുന്ന ഒരു സമൂഹത്തെ തല്ലി തകർത്ത് അവരുടെ സാംസ്കാരിക അധിനിവേശം നടത്തി സർവ്വതിനെയും കുളമാക്കി ഒടുവിൽ അവസാനം ആൾക്കാർ ഇവനെ തല്ലി ഓടിച്ചു. ആ സംസ്കാരം ഇവിടുന്ന് അതിൻ്റെ വക്താക്കൾ പോയെങ്കിലും അത് മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു മൈനോറിറ്റി ഇപ്പോഴും ഉണ്ട്. ഇവരാണ് നേരത്തെ ഈ പറഞ്ഞ എന്ത് പറഞ്ഞാലും വെള്ളക്കാരൻ പറഞ്ഞാലേ ശാസ്ത്രമാകൂ എന്ന സൈക്കോളജിക്കൽ സ്ലേവറിയും കൊണ്ട് നടക്കുന്നത്. അത് കൊളോണിയൽ അടിമത്തം ഏറ്റവും കൂടുതലുള്ളത് എനിക്ക് തോന്നുന്നു കേരളത്തിലാണ് ഏറ്റവും കൂടുതലുള്ളത്. ബാക്കി ഒരുപാട് സ്ഥലങ്ങളിൽ ഞാൻ പോയി, നമ്മൾ അന്ന് ചെറിയ ഡിസ്പ്യൂട്ട് വന്നതാണ് എന്നാലും ഇത് എല്ലായിടത്തും ഉണ്ട്. അപ്പൊ രണ്ടായാലും ഈ ലോകത്തിന് ഇനി ഒരു സമാധാനം വേണമെങ്കിൽ പൗരാണിക ഭാരതം സംശയത്തിന് യാതൊരു ഇടയുമില്ലാതെ പറഞ്ഞ ആത്മബോധത്തെ വളർത്തുക. ആ ആത്മവിദ്യാഭ്യാസം, ആന്തരിക വിദ്യാഭ്യാസം വളർത്തിയെടുത്താൽ ഇന്ന് ലോകത്ത് കാണുന്ന ബാഹ്യ സംഘർഷങ്ങൾ ഒഴിവായി വരും. അതല്ലാതെ വേറെ ഒരു മാർഗവും ഇല്ല. ശരി 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 ശരി.